ഉത്തങ്കൻ്റെ തപസ്സിൻ്റെ അന്ത്യത്തോടടുക്കാറായപ്പോഴുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രത്യക്ഷീഭാവവും ആ പ്രത്യക്ഷീഭാവത്തിൽ ഉത്തങ്കൻ പ്രദർശിപ്പിച്ച നിസ്സംഗതയും മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് പാഠമായിരിക്കേണ്ടതാണ്. വരങ്ങളൊന്നും വരിക്കാതിരിക്കുക. പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തൊക്കെ വരങ്ങളാണ് വരിക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണ്. നേരത്തെ തന്നെ ഒരു ഡിമാൻഡ് ചാർട്ട് ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ ഒരു ഡിമാൻഡ് ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും തപസ് ആരംഭിക്കുക. ഇദ്ദേഹത്തിനൊരു ഡിമാൻഡ് ചാർട്ടുമില്ല, ആവശ്യങ്ങളുടെ പട്ടികയില്ല, നേടിയെടുക്കേണ്ടുന്നതിൻ്റെ പട്ടികയില്ല. അപ്പം നേടിയെടുക്കേണ്ടുന്നതിൻ്റെ പട്ടികയില്ലാതെ തപസ് ചെയ്തതുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് എനിക്ക് ലഭിക്കാനുള്ള വരം. വേറെ വരങ്ങളൊന്നുമില്ല, എനിക്ക് വേറെ വരങ്ങളൊന്നും ആവശ്യമില്ല എന്ന് അദ്ദേഹം പരമ നിഷ്കളങ്കമായും അത്യന്ത നിഷ്കപടമായും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഭഗവാൻ തന്നെ അമ്പരന്ന് പോയി. ഇങ്ങനെയും ഉണ്ടോ തപസ് എന്നായി അദ്ദേഹത്തിന് പറഞ്ഞു. അതങ്ങനെയല്ല, പ്രത്യക്ഷപ്പെട്ടാൽ എന്തെങ്കിലും വരങ്ങൾ വരിച്ചേ മതിയാവൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സ് ഒരിക്കലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. എൻ്റെ നാവിലൊരിക്കലും അസത്യകരമായ വാക്കുകൾ പറയാൻ ഇടവരരുത്. എൻ്റെ നാക്കുകൾക്ക് ഒരിക്കലും എൻ്റെ കരചരണങ്ങൾ, എൻ്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ദമത്തിൽ നിന്ന്, ശമദമങ്ങളിൽ നിന്ന് അവ വഴിമാറിപ്പോവരുത്. അതിനാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കേണ്ടത്. ആ അനുഗ്രഹം മാത്രമേ എനിക്ക് വേണ്ടൂ. അതാണ് ഭഗവാനിൽ നിന്ന് ഞാൻ വരിക്കുന്ന വരം. ഉത്തങ്കൻ സ്വകീയമായ വരങ്ങൾ, സ്വകാര്യ നേട്ടമുണ്ടാക്കുന്ന വരങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും തൻ്റെ സ്വഭാവത്തിൻ്റെ മേന്മ നിലനിൽക്കണം എന്ന് മാത്രമേ അദ്ദേഹം സ്വകീയമായി ആവശ്യപ്പെട്ടുള്ളൂ. എങ്കിലും അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ മറ്റൊരാവശ്യം നിവേദിപ്പിച്ചു. അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു, വിഷ്ണുവിനോട് പറഞ്ഞു, ഇവിടെ അടുത്ത് മരുധന്വം എന്നൊരു സ്ഥലമുണ്ട്. ഈ മരുധന്വം എന്ന സ്ഥലത്ത് ഉജ്ജാലകം എന്നൊരു മരുഭൂമിയുണ്ട്. ഈ ഉജ്ജാലകം എന്ന മരുഭൂമിയിൽ ധുന്ധു എന്നൊരു അസുരൻ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു. വിപുലശരീരനായ ഒരു രാക്ഷസൻ, ഭീമാകാരം പൂണ്ട രാക്ഷസൻ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു. അവൻ വർഷത്തിലൊരിക്കൽ ഒന്ന് അനങ്ങും. അപ്പോഴവൻ ചില നെടുവീർപ്പുകൾ വിടും. ഈ നെടുവീർപ്പിൽ പെട്ട് മണ്ണ് ഇളകി അന്തരീക്ഷത്തിൽ മുഴുവൻ വ്യാപിച്ച് ജനങ്ങൾക്ക് ഇവിടെയൊന്നും ജീവിക്കാൻ വയ്യാത്ത തരത്തിലാകും. അനങ്ങുമ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങുകയും വിണ്ടുപോവുകയും ചെയ്യും. പർവ്വതങ്ങൾക്ക് വിള്ളലുകൾ വീഴും. ചില തടാകങ്ങൾ ഇല്ലാതെയാകും. തടാകങ്ങൾ പിളർന്ന് വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോവും. ആളുകളുടെ കുടിവെള്ളം മുട്ടും. കുളിക്കാനുള്ള തടാകങ്ങളില്ലാതെയാകും. പൂഞ്ചോലകൾ മാറി ഒഴുകും, സ്ഥലം മാറി ഒഴുകും. ഇങ്ങനെ പലതരത്തിലുള്ള കെടുതികൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നവനാണിവൻ. പിന്നെ വിശക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആളുകളെ പിടിച്ചു തിന്നുകയും ചെയ്യും. ഭൂമി കുലുക്കവും ഉണ്ടാക്കും. ഇവൻ അനങ്ങുമ്പോഴൊക്കെ ഈ മരുധന്വം എന്ന് പറയുന്ന സ്ഥലം കുലുങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭൂമി കുലുക്കത്തിനും പർവ്വതങ്ങളുടെ വിള്ളലിനും നദികളുടെ ദിശ മാറിയുള്ള ഒഴുക്കിനും കാരണക്കാരനായ ഇവനെ ഭഗവാൻ നിഹനിക്കണം എന്ന് പറയും. അത് രാജ്യത്തിന് വേണ്ടിയുള്ള എൻ്റെ യാചനയാണ്. രാജാക്കന്മാർക്ക് അവനെ പേടിയാണ്. ചുറ്റിനുമുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കൊക്കെ അവനെ പേടിയാണ്. അതുകൊണ്ട് ഈ ഉജ്ജാലകം എന്ന പ്രദേശത്തുകൂടി, അത് മരുഭൂമിയാകാനുള്ള കാരണം തന്നെ അതാണ്. ഇവനവിടെ കടന്നതിന് ശേഷമാണ് അത് മരുഭൂമിയായത്. ആ പ്രദേശത്തുകൂടി ആളുകൾ വഴി നടക്കുക പോലുമില്ല. അതിന് പരിഹാരമുണ്ടാക്കണം. അപ്പോൾ ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ലോകത്തിലെ എല്ലാ കെടുതികൾക്കും പരിഹാരമില്ല. ചില കെടുതികളൊക്കെ അനുഭവിച്ചേ മതിയാവും. ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എല്ലാവരും നിസ്സഹായരായി പോകുന്ന ചില ജീവിത ഘട്ടങ്ങൾ രാജ്യങ്ങളുടെ ചരിത്രത്തിലുണ്ടാവും.
അവിടെ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ സാധിക്കൂ. ഞാൻ വിചാരിച്ചാൽ അതിനൊരു പരിഹാരവുമില്ല. അവനവിടെ കിടക്കും, ഭൂമി കുലുങ്ങും. അവന് സ്വാഭാവികമായ ഒരു അന്ത്യമുണ്ടാവണം. അവൻ്റെ ആയുസ്സൊടുങ്ങുന്നതുവരെ കാത്തിരുന്നിട്ട് ലഭിക്കേണ്ടുന്ന ഒരു മരണം, മൃത്യു അവന് വരണം. അതല്ലാതെ എന്നാൽ അവൻ നിഹതനല്ല, എനിക്ക് നിഹനിക്കാൻ സാധ്യമല്ല, എന്നാൽ അവധ്യനാണ്. അങ്ങനെ ഒരു വരം അവന് അവൻ്റെ തപശക്തി കൊണ്ട് ഇരിക്കപ്പൊറുതിയില്ലാതെ ബ്രഹ്മാവ് വന്ന് അവന് കൊടുത്തുപോയി. ഇനിയിപ്പോൾ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് ധുന്ധു അവിടെ കിടക്കും. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ, ഏത് കാര്യത്തിനും നാം ഒന്നിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പരിഹാരം തനിയെ തോന്നി വരില്ലേ? അങ്ങനെ വരുമോ? അങ്ങനെ വരുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് മാത്രമേ അവനെ കൊല്ലാൻ സാധിക്കൂ. അതിനൊരു മനുഷ്യൻ തയ്യാറായാൽ ആ മനുഷ്യനിലേക്ക് ഞാൻ എൻ്റെ ശക്തി ആവേശിപ്പിച്ചു കൊടുക്കുക. മനുഷ്യന് കൊല്ലാനൊക്കില്ല, അവനെ രാജാവിന് കൊല്ലാനൊക്കില്ല. കൊല്ലാൻ സന്നദ്ധനാകുന്ന രാജാവിലേക്ക് ഞാൻ ആവേശിക്കുമ്പോൾ ആ രാജാവ് ഈ ധുന്ധുവിനെ കൊല്ലാൻ പ്രാപ്തനാകും. അങ്ങനെ ചെയ്യാനൊക്കൂ. അതിന് തയ്യാറായി ഒരു രാജാവ് വരണം. രാജാവിനെ കണ്ടുപിടിക്കുക നിങ്ങൾ പോയിട്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങ് അത് പറഞ്ഞതോടെ ഭഗവാൻ അപ്രത്യക്ഷനായി. കൊല്ലാനൊരു ഉപായം പറഞ്ഞു കൊടുത്തു, ഒരു മനുഷ്യനെ കൊണ്ട് കൊല്ലിക്കാം, അതിന് ഞാൻ സഹായിക്കാമെന്ന്. ഭഗവാന്റെ ഒരു ഒഴിഞ്ഞുമാറ്റം എന്തിനായിരുന്നു അവിടെ? എനിക്ക് മാത്രമല്ല, കൊല്ലാനൊക്കെ ഇത് വരം കൊടുത്തു പോയില്ലേ? അല്ല, ഈ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഈ രാജ്യങ്ങൾക്കുണ്ടാവുന്ന പ്രത്യേക പ്രതിസന്ധിയിൽ ഞാൻ ഇടപെടില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഇതൊരു സർവകാല പ്രസക്തമായിട്ടുള്ളൊരു പ്രസ്താവനയാണോ? അങ്ങനെയാണെങ്കിൽ യഥാ യഥാ ഹി ധർമ്മസ്യ അവിടെ ഇടപെട്ടില്ലല്ലോ. അർജുനനെയാണ് ഇടപെടുത്തിയത്. അല്ലെങ്കിൽ അർജുനന് ധാരാളിയായിട്ടിരിക്കുകയും ഭഗവാൻ യുദ്ധം ചെയ്യാറുണ്ടത്. അല്ല, അത് കുരുക്ഷേത്രത്തില്. പക്ഷെ കുരുക്ഷേത്രത്തിന് മുമ്പ് എത്രയോ പേരെ ഭഗവാൻ നേരിട്ട് കൊണ്ടുകൊടുക്കുന്നുണ്ട്. അതന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വരം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ദേവന്മാരാലും ത്രിമൂർത്തികളാലും അവധ്യനാണ്. വരം കൊടുത്തതല്ലേ, പിന്നെ അതിനെതിരായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നത്? അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ അതിന് പരിഹാരമില്ല, നേരിട്ട് പരിഹാരമൊന്നുമില്ല. പക്ഷെ പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭഗവാൻ അപ്പോൾ തന്നെ പോയി ധുന്ധുവിനെ കൊല്ലണം എന്നുള്ളതാണ്. അല്ലാതെ അത് ഒരു മിനിറ്റ് പോലും താമസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. അത് സാധിക്കില്ല. അത് സാധിച്ചാൽ വ്യവസ്ഥകൾ ശിഥിലമാകും. വ്യവസ്ഥകളും ഒരു സിസ്റ്റവും ക്രമവും ഒന്നും ശിഥിലമാക്കാൻ ഭഗവാന് താല്പര്യമില്ല. ഈ വരബലമില്ലെങ്കിൽ കാര്യം വേറെയാണ്. ഇത് വരം കൊടുത്തിരിക്കുന്നത് ഭഗവാനുമല്ല, അവിടെയുമുണ്ട് പ്രശ്നം. വരം കൊടുത്തിരിക്കുന്ന ഭഗവാനാണെങ്കിൽ അതിലെ മാറ്റങ്ങൾ വരുത്താനും അദ്ദേഹം തയ്യാറാവും. ഇത് ബ്രഹ്മാവ് കൊടുത്ത ഒരു വരമായതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ബ്രഹ്മാവിനെ ധിക്കരിക്കലാകും. അതിൻ്റെ ദോഷം വരുന്നത് ബ്രഹ്മാവിനാണ്. മറ്റേത് ഇദ്ദേഹം നേരിട്ട് അതങ്ങ് സഹിച്ചാൽ മതി. ഇതങ്ങനെയല്ല. ഇത് ബ്രഹ്മാവ് ഏർപ്പെട്ട് കൊടുത്തിരിക്കുന്ന വരമാണ്. അതിൽ കയറി ഇദ്ദേഹത്തിന് തിരുത്തലുകളൊന്നും പാടില്ല. അതൊക്കെ ഈ ഗതാനുഗതികത്വത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. ഗതാനുഗതികത്വത്തിന് എതിരായിട്ട് വരുന്നതാണ്. ഗതാനുഗതികത്വത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാവുന്ന സന്ദർഭങ്ങളുണ്ട്, പ്രവർത്തിക്കാൻ വയ്യാത്ത സന്ദർഭങ്ങളുമുണ്ട്. ഗതാനുഗതികത്വം എന്താണ്? യാഥാസ്ഥിതികത്വമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ധർമാനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിൽ ഗതാനുഗതികത്വം വന്നാൽ അതെന്താവുകയില്ല, അത് യാഥാസ്ഥിതികത്വമാവുകയില്ല. അവിടെ ഭഗവാൻ ഇടപെടാം. അവിടെ യാഥാസ്ഥിതിത്വം ഇല്ല. ഇതെല്ലാം ധർമാനുഷ്ഠാനത്തിൻ്റെ പേരിലാണ് വരുന്നത്. ഒരു ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരാളെ യാഥാസ്ഥിതികനെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് വിപ്ലവത്തിൻ്റെ രീതിയല്ല എന്തിൻ്റെ രീതി, ധർമാനുഷ്ഠാനത്തിൻ്റെ രീതി. രണ്ടും വിപരീതമാണ്, അത്യന്തം വിപരീതമാണ്, അതീവ വിഭിന്നമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഭഗവാൻ. ഒരു വിപ്ലവകാരിക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ധർമാനുഷ്ഠാനത്തെ അനുശാസിക്കുന്ന ധർമാനുഷ്ഠാന അനുശാസിതാവിന് ഇങ്ങനെ ചെയ്യാൻ നിവൃത്തിയില്ല.
അതുകൊണ്ടാണ് അതിന് പിന്നെ ഈ വരത്തിൽ തന്നെ ഉണ്ട്, ദേവന്മാരും ത്രിമൂർത്തികളും ഒന്നും എന്നെ കൊല്ലരുതെന്നേ ഇവൻ വരം വാങ്ങിച്ചിട്ടുള്ളൂ, മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊരു രാജാവിനെ സംഘടിപ്പിച്ചെടുക്കുക, ആ രാജാവിലേക്ക് ഞാൻ ആവേശിക്കാമെന്ന് പറഞ്ഞപ്പോൾ പരിഹാരം പറഞ്ഞു കൊടുത്തില്ലേ. അവിടെ നിന്നാൽ പിന്നെ അതൊക്കെ കൂടുതൽ വിശദീകരിച്ച് വർത്തമാനം പറഞ്ഞ് കുഴപ്പത്തിലേക്കാവും. അപ്രത്യക്ഷനായത്. കാരണം ഇദ്ദേഹത്തിനോട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമല്ലല്ലോ, ഉത്തങ്കൻ്റെ ഒരു ആവശ്യമല്ലല്ലോ ഉത്തങ്കൻ പറയുന്നത്. പിന്നെ തപസ് കൊണ്ട് വലിയ സിദ്ധികൾ നേടിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്ഥലത്ത് നിന്നാലല്ലേ ശല്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും പറഞ്ഞ് അദ്ദേഹം പെട്ടെന്നങ്ങ് മറഞ്ഞു. അങ്ങനെ മറഞ്ഞത് ഉത്തങ്കന് അത്ര ഇഷ്ടയായില്ല, ഇഷ്ടപ്പെട്ടില്ല, അതൊട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് അദ്ദേഹം ബൃഹദശ്വൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്ത് ചെല്ലും. ബൃഹദശ്വൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഇങ്ങനെ ഭഗവാന്റെ അരുളപ്പാടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈ ധുന്ധുവിനെ കൊല്ലാൻ സാധിക്കും, അതിന് തയ്യാറാവുന്ന വീരനായ ഒരു രാജാവിലേക്ക് ഭഗവാൻ ആവേശിക്കുന്നതാണ്, അതുകൊണ്ട് താങ്കൾ അതിന് തയ്യാറാവണം എന്ന് ബൃഹദശ്വനോട് പറയും. അപ്പോൾ ബൃഹദശ്വൻ പറയും, ഞാനതിനിപ്പോൾ തയ്യാറല്ല. അദ്ദേഹം ഒന്നുകൂടി പറയും, സൂര്യവംശ രാജാവ് എന്ന നിലയിൽ വിഷ്ണുവിൻ്റെ ആവിഷ്ടത ഇല്ലാതെ തന്നെ വേണമെന്ന് വെച്ചാൽ എനിക്ക് ഇയാളെ നിയന്ത്രിക്കാൻ സാധിക്കും, ഈ ധുന്ധുവിനെ. കുറച്ചിലായിപ്പോയി വിഷ്ണു ആവേശിക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോഴതിന് തയ്യാറല്ല, സന്നദ്ധനല്ല. എൻ്റെ മകൻ വളർന്നു വരുന്നുണ്ട്. അവൻ വളർന്നു വരുമ്പോൾ, അവൻ്റെ പേരറിയാമല്ലോ, കുവലാശ്വൻ. അവൻ വളർന്നു വരുന്നുണ്ട്. അവൻ വളർന്നു വരുമ്പോൾ അവൻ ഈ ധുന്ധുവിനെ നിഹനിച്ചോളും. അവനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് അവന് 27,000 മക്കളുണ്ടാകുന്നതാണ്. 27 അല്ല, കുചേലന് 27 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഭക്തനായിരുന്നു കുചേലൻ. ഇത് 27,000 27,000 മക്കൾ. അപ്പം അവനും ഈ 27,000 മക്കളും കൂടി പോയി. ധുന്ധു ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ. ധുന്ധുവിനെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ അല്പം കൂടി ക്ഷമിക്കുക. അവൻ്റെ കാലമാകുമ്പോഴേക്കും അവനെ രാജ്യാഭിഷേകം ചെയ്തിട്ട് ഞാൻ വാനപ്രസ്ഥത്തിന് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിലൊന്നും ഇദ്ദേഹം ഇടപെടുകയില്ല, വിവരങ്ങളൊന്നും ഇദ്ദേഹം അറിയാനും പോകുന്നില്ല. അന്ന് അവൻ പോയി ധുന്ധുവിനെ കൊന്നുകൊള്ളും. അന്ന് അല്ലയോ മഹർഷേ, അങ്ങ് അവനെ വന്ന് പ്രേരിപ്പിക്കുക എന്നൊരു ചുമതലയും കൂടി അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തു. ഉത്തങ്കൻ എന്താണ് ഈ ധുന്ധു ഇങ്ങനെ അവിടെ ഉജ്ജാലകത്തിൽ വന്ന് ഇങ്ങനെ പരന്ന് ഒരു മരുഭൂമി നിറച്ച് ഇവൻ കിടക്കാനുണ്ടായ കാരണം എന്നാലോചിച്ചപ്പോൾ അത് പണ്ട് വിഷ്ണു തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. വിഷ്ണു നാരായണനായിരുന്ന കാലത്ത് ആശ്രമം സ്ഥാപിച്ച് അവിടെ തപസ് ചെയ്തിരുന്നതാണ്. അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹം ബദരിയിലേക്ക് പോയത്, ഹിമാലയത്തിലെ ബദരിയിലേക്ക് പോയത്. അപ്പോൾ വിഷ്ണു തപസ് ചെയ്തിരുന്ന സ്ഥലം എന്ന നിലയിൽ വിഷ്ണുവിനോടുള്ള പക കൊണ്ട് ധുന്ധു അവിടെ വന്ന് തപസ് ചെയ്യുകയാണ്. എന്താണ് അങ്ങനെ ഒരു പ്രതികാര ബുദ്ധി വിഷ്ണുവിൻ്റെ നേരെ അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം? ഇദ്ദേഹം മധു കൈഡഭന്മാരുടെ മകനാണ് ഈ ധുന്ധു. ഒരു മന്വന്തരത്തിൻ്റെ അന്ത്യത്തിൽ പ്രളയം ഉണ്ടാവുമല്ലോ. മന്വന്തരത്തിൻ്റെ അന്ത്യമാവാറായപ്പോഴേക്കും വൈവസ്വതനായ മനു യമുനയിൽ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ട് നിന്നു. അപ്പോഴൊരു കൊച്ചു മത്സ്യം വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നെ എടുത്ത് ഈ നദിയിൽ നിന്ന് എടുത്ത് ഒരു വെള്ളം നിറച്ച പാത്രത്തിൽ ഇട്ട് വയ്ക്കണം. കാരണം ലോകം നശിക്കാൻ പോകുന്നു, മഹാപ്രളയം വന്ന് ലോകം നശിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പാത്രത്തിൽ ഇട്ട് എന്നെ വളർത്തുക. അപ്പോൾ മത്സ്യം ഇങ്ങനെ പറഞ്ഞത് കേട്ട് അത്ഭുതപ്പെട്ട് മനു, വൈവസ്വതനായ മനു, വേറെ മനുക്കളുണ്ട്, അതുകൊണ്ടാണ് വൈവസ്വതനായ മനു എന്ന് പറയുന്നത്. വൈവസ്വതനായ മനു
ഈ മത്സ്യത്തെ എടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിൽ വളർത്തിയതിനെ. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും ഇതിന് അനങ്ങാൻ വയ്യാത്ത വിധത്തിൽ ഇത് വളർന്നിരിക്കുന്നു. അത്ഭുതമായി മനുവിന്. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം മത്സ്യത്തോട് തന്നെ ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ അങ്ങേക്ക് വളരാൻ വയ്യാത്ത വിധത്തിൽ അങ്ങ് വളർന്ന് ഈ പാത്രം നിറഞ്ഞിരിക്കുന്നല്ലോ, നീ ഇവിടെ ഒരു കുളത്തിൽ എന്നെ വളർത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തുകൊണ്ട് പോയി കുളത്തിൽ ഇട്ടു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും കുളം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? എന്നെ കൊണ്ടുപോയി നീ ഒരു നദിയിൽ വളർത്തുക എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി നദിയിലിട്ടു. പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ നദി നിറഞ്ഞ് ഈ മീൻ വളർന്നു കിടക്കുന്നു. ചോദിച്ചു, നീ എന്നെ എടുത്തു പൊക്കി കടലിൽ കൊണ്ടുപോയി വിടൂ. അല്ല, ഞാൻ എടുത്താൽ പൊങ്ങുമോ? ഇത്രയും വലിയ മത്സ്യത്തെ പൊങ്ങും. കാരണം ഞാൻ എൻ്റെ ഭാരത്തെ മുഴുവനും ഇല്ലാതെയാക്കും നീ എന്നെ എടുക്കുമ്പോൾ. അങ്ങനെ നീ എന്നെ കൊണ്ടുപോയി കടലിൽ വിടുക. അങ്ങനെ കടലിൽ വിട്ടിട്ട് നീ ഒരു വലിയ തോണി ഉണ്ടാക്കണം. ആ തോണിയിൽ പ്രപഞ്ചത്തിലെ ഇപ്പോഴുള്ള ജീവികളുടെയെല്ലാം മൈഥുന ബീജങ്ങൾ, യുഗ്മ ബീജങ്ങൾ നീ സംഭരിച്ചു വയ്ക്കണം. വെള്ളം പൊങ്ങി ഭൂമി നശിച്ചു പോവും. വീണ്ടും ഭൂമി ആവിർഭവിക്കുമ്പോൾ നീ ഈ ബീജങ്ങളെല്ലാം എടുത്ത് പ്രപഞ്ചത്തിലേക്ക് അങ്ങ് വിതറിയിച്ചാൽ, ഭൂമിയിലേക്ക് അങ്ങ് വിതറിയിച്ചാൽ മതി. ഒരു ബൈബിൾ കഥയോടുള്ള സാമ്യം തോന്നുന്നില്ലേ കഥയ്ക്ക്? നോവയുടെ പെടകം പോലെ വീണ്ടും സൃഷ്ടി നടക്കും. ആ ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രളയം വന്നു. പ്രളയം വന്ന് വെള്ളം പൊങ്ങി. ജീവജാലങ്ങളും ജന്തുക്കളും എല്ലാം നശിച്ചു. സസ്യങ്ങളും ഒക്കെ നശിച്ചു. വെള്ളം പൊങ്ങി 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 വന്നപ്പോൾ ഈ മത്സ്യം വന്നു. മത്സ്യം വന്നിട്ട് മനുവിനോട് പറഞ്ഞു, നീ ഹിമാലയത്തിൻ്റെ ശിഖരത്തിൽ കൊണ്ടുപോയി ഈ തോണി കെട്ടിയിട്. അത്രയ്ക്ക് പൊങ്ങി വെള്ളം. അപ്പോൾ ഹിമാലയത്തിൻ്റെ ശിഖരത്തിൽ കൊണ്ടുപോയി ഈ തോണി കെട്ടിയിട്ടു. ആ ഹിമാലയ ശിഖരത്തിന് ഇന്നും പേര് നൗബന്ധനം എന്നാണ്. ഈ നൗക ബന്ധിച്ചത്, നൗക ബന്ധിച്ചതുകൊണ്ട്, തോണി ബന്ധിച്ചതുകൊണ്ട് അതിൻ്റെ ഇപ്പോഴത്തെയും പേര് നൗബന്ധനം എന്നാണ്. നമ്മുടെ ദശാവതാര സങ്കല്പം അനുസരിച്ചുള്ള മത്സ്യാവതാരത്തിൻ്റെ കഥയല്ലേ ഇത്? മത്സ്യാവതാരത്തിൻ്റെ കഥ പല വിധത്തിലുണ്ട്. അതിലൊന്നിതാണ്. പിന്നെ വേദങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ഹയഗ്രീവൻ ആ കഥ പറയാം. വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് എല്ലായിടവും സ്ഥലരാശികളൊന്നും കാണാനില്ലാതെ വെള്ളം പൊങ്ങി എല്ലായിടത്തും കടലായി. കടൽ ഏകമായി എന്നാണ്. ഒറ്റ കടലേ ഉള്ളൂ ലോകത്തിൽ മുഴുവനും കൂടി. അങ്ങനെ കടലായ ആ സമയത്ത് വലിയ ഒരു വടവൃക്ഷം നിൽക്കുന്നത് കണ്ടു. ആ വടവൃക്ഷത്തിൻ്റെ താഴെ വലിയ അനന്തനാകുന്ന മെത്തയിൽ ഭഗവാൻ യോഗനിദ്ര കൊള്ളുന്നു, മഹാവിഷ്ണു. ഇതൊക്കെ മനു കാണുകയാണ്. യോഗനിദ്ര കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്ന് ഒരു താമര വളർന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്രഹ്മാവിരിക്കുന്നു. പഞ്ചമുഖനായ ബ്രഹ്മാവ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നു. ബ്രഹ്മാവിങ്ങനെ എല്ലായിടത്തേക്കും നോക്കി സൃഷ്ടിയുടെ തുടക്കം എന്നുള്ള നിലയിലാണ് ബ്രഹ്മാവിനെ ഈ താമരപ്പൂവിൽ അവതരിപ്പിക്കുന്നത്, വെളുത്ത താമരപ്പൂവിൽ അവതരിപ്പിക്കുന്നത്. ബ്രഹ്മാവിങ്ങനെ നാലുപാടും നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രസാതലത്തിൽ നിന്ന് ഭീമാകാരന്മാരായ രണ്ട് വ്യക്തികൾ നടന്നു വരുന്നു ജലത്തിന് മുകളിലൂടെ. അവർ പ്രളയത്തിൽപ്പെട്ടിട്ടില്ല, അല്ല, രസാതലത്തിൽ നിന്ന് വരികയല്ലേ, ഇത് ഭൂമിയല്ലേ അങ്ങോട്ടുള്ളത്. രസാതലത്തിൽ നിന്ന് വരിക. അവരടുത്ത് വന്ന് ബ്രഹ്മാവിനെ നോക്കി കണ്ണു പിടിച്ച് കാണിക്കുകയും ചുണ്ട് കടിച്ച് കാണിക്കുകയും ഒക്കെ പേടിപ്പിക്കാൻ വേണ്ടി ചുണ്ട് പിടിച്ച് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും ബ്രഹ്മാവ് ഈ താമര തണ്ടിൽ പിടിച്ച് കുലുക്കി. അദ്ദേഹം ഇരിക്കുന്ന താമരയുടെ തണ്ടിൽ പിടിച്ച് കുലുക്കി. കുലുക്കൊക്കെ ഈ താഴെ കിടന്ന വ്യക്തി പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കുക. അപ്പോൾ അദ്ദേഹം കൈ കാണിച്ച, കിടപ്പിൽ നിന്ന് ഇറങ്ങാൻ പോയില്ല, കൈ കാണിച്ച് വിളിച്ചു. ഇവരടുത്ത് ചെന്നു. എന്തായാലും നിങ്ങളെ ആദ്യമായിട്ട് ഭൂമിയിൽ കാണുകയാണ് രണ്ട് വ്യക്തികളെ. ഇവിടെ എല്ലാം പ്രളയം വന്ന് നശിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ. ആദ്യം കണ്ട വ്യക്തികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന വരങ്ങളൊക്കെ തരാം.
അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നോക്കിയിട്ട് പൊട്ടി ഒരു ചിരി. അപ്പോൾ എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ഞങ്ങൾ ആരുടെ അടുത്തൊന്നും വരം വാങ്ങുന്ന ആളുകളല്ല. അതെന്താ ആരുടെ അടുത്തൊന്നും വരം വാങ്ങില്ലാത്തത്? ഞങ്ങൾ അങ്ങോട്ട് വരം കൊടുക്കുന്നവരാണ്. ഞങ്ങൾ വരത്തിൻ്റെ വേൾഡ് ബാങ്കുകളാണ്. അപ്പോഴാണ് നിങ്ങൾ വന്നിട്ട് ഇങ്ങോട്ട് വരം തരാം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് എത്ര വരം വേണം ചോദിച്ചോളൂ, അത്രയും വരം തരുന്നതാണ്, പലിശയും വേണ്ട. ഇത് ABC ബാങ്ക്, എന്താണ് ADB ബാങ്ക്. ഒരു പലിശ വാങ്ങിക്കുമല്ലോ ഇവർ, ഇത് പലിശയും വേണ്ട. ഞങ്ങളങ്ങോട്ട് നിങ്ങൾക്ക് എത്ര വരം വേണമെങ്കിലും തരാം, വരം വരിച്ചോളൂ, സത്യം ചെയ്യുക എന്ന് പറയും. ഞാൻ ചോദിക്കുന്ന വരങ്ങളെല്ലാം തരും എന്ന് നിങ്ങൾ സത്യം ചെയ്യുക എന്ന് പറയും. അപ്പോൾ സത്യം ചെയ്തു. ഇവിടെ ഒരു സവിശേഷത ഉള്ളത് ഭഗവാന് ബലം പിടുത്തമില്ലെന്നുള്ളതാണ്. ബലം പിടിക്കാവുന്ന ആളാണ്. ഞാൻ ഈ ലോകം സൃഷ്ടിച്ച ആളല്ലേ, നിങ്ങളെപ്പോലും ഞാൻ സൃഷ്ടിച്ചതാണ്, ആ നിങ്ങളിൽ നിന്ന് ഞാൻ വരം വാങ്ങുകയോ ഒന്നുമില്ല. വരാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ശരി വരം തന്നോളൂ. ഈ മറ്റേ മഹാബലി എടുത്ത് പോയി തെണ്ടിയ പരിചയം, ആ പരിചയത്തിൻ്റെ പേരിലാണിത് പറയുന്നത്. അപ്പോൾ ഒരാളെ കീഴടക്കാൻ താല്പര്യമില്ലെങ്കിലും കീഴടക്കത്തക്കവനാണ് എന്ന് അവൻ ബോധ്യപ്പെടുത്തിയാൽ കീഴടക്കാനുള്ള മാർഗ്ഗങ്ങളെ പിന്നെ നോക്കുകയുള്ളൂ, അതിനെതിരായിട്ടൊന്നും പറയില്ല. അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് വരം സ്വീകരിക്കില്ലെന്നാണല്ലോ ഭഗവാൻ പറയേണ്ടത്. പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അതല്ലേ? അഹന്തയില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. അഹന്തയില്ല. ശരി, നിങ്ങൾ വരം തരും, നല്ലത്, നിങ്ങൾ വരം തരിക. സത്യം ചെയ്യിച്ചു. കാരണം ഈ ചോദിക്കാൻ പോകുന്ന വരം അത്ര കഠിനമായതുകൊണ്ടാണ് ഈ സത്യം ചെയ്യിച്ചത്. ശരി, ഇനി വരം വരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്നാൽ ഹതരാവണം. വല്ല കാര്യമുണ്ടോ അവന്മാർക്ക് വെച്ച് കൊടുക്കാൻ കാലത്ത് എഴുന്നേറ്റ് പാതാളത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ ജലത്തിൻ്റെ ഉപരിയിൽ കൂടി താഴ്ന്നു പോകാതെ ഹഠയോഗം അനുസരിച്ച് നടന്ന് ഭഗവാൻ കിടക്കുന്നിടത്ത് വന്ന് ഭഗവാന്റെ പൊക്കിളിൽ നിന്ന് വളർന്നു പൊങ്ങിയ താമരയിലിരിക്കുന്ന ബ്രഹ്മാവിനെ നോക്കി കോക്കിരി കാണിച്ച് അവിടെ രസാതലത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അവരുടെ രാജ്യമാണ്, അവിടെ അവരുടെ ഭാര്യമാരുണ്ട്. അവരുടെ ഭാര്യമാരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച വല്ല ദാർശനികമായ ചർച്ചയോ രാഷ്ട്രീയ ചർച്ചയോ വേദാന്ത ചർച്ചയോ രാക്ഷസീയമായ ചർച്ചയോ ആസുരമായ ചർച്ചയോ സംവാദമോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം വെളുപ്പിനെ എഴുന്നേറ്റ് നടന്ന് അനന്തൻ്റെ മെത്തമേൽ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ വെറുതെ കിടന്നുറങ്ങിയ ഭഗവാന്റെ പോക്കളിലുള്ള ബ്രഹ്മാവിൻ്റെ നേരെ കണ്ണുപിടിച്ച് കാണിച്ച് അദ്ദേഹത്തെ പേടിപ്പിച്ച് അദ്ദേഹം താമരത്തണ്ടയെ പിടിച്ച് കുലുക്കി ഇദ്ദേഹത്തെ ഉറങ്ങിക്കിടന്ന് ആളിനെ പ്രഭാതത്തിലെ ഉണർത്തി. അപ്പോൾ ഇവരെ ഉപദ്രവിക്കാമെന്നുള്ള അദ്ദേഹം വിചാരിച്ചത്. ശരി, എന്നാൽ ഇവന്മാർ അസുരന്മാരാണ്, കൊള്ളരുതാത്തവന്മാരാണെന്നറിയാം, എന്നാലും അവർക്ക് എന്തെങ്കിലും കൊടുത്തു കളയാം, ഒരു വിഷുക്കൈ നീട്ടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അവർ നേരെ തിരിഞ്ഞു. ഞങ്ങൾ അങ്ങനെ വരമൊന്നും വാങ്ങിക്കുന്നവരല്ല, വരം വാങ്ങിച്ചവരാണേ. ഞങ്ങളങ്ങനെ വരമൊന്നും വാങ്ങിക്കുന്നവരല്ല, ഞങ്ങൾ വരം കൊടുക്കാനായിട്ട് ബാങ്കിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. ആ ബാങ്കുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, വരത്തിൻ്റെ ബാങ്ക്. തനിക്ക് വേണമെങ്കിൽ പറ തരാം. ശരി, എന്നാൽ തന്നേക്ക്. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല അവരോട് വരം ചോദിക്കുന്നതിന്. സത്യം ചെയ്യിച്ചത് കേട്ട് കഴിയുമ്പോൾ ലംഘിക്കും, അതറിയാം. അതുകൊണ്ടാണ് സത്യം ചെയ്യിച്ചത്. സത്യം ചെയ്തു പറഞ്ഞ്, എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഹതരാവണം, ഇതാണ് എൻ്റെ വരം എന്ന് യാതൊരു കുലുക്കവുമില്ലാതെ നേരത്തെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരിക്ക് ഒരു ഭാവഭേദവും വരാതെ അദ്ദേഹം അത് അവതരിപ്പിച്ചു. അപ്പം നിവൃത്തിയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വ്യവസ്ഥ വയ്ക്കാമല്ലോ. ഏത് വ്യവസ്ഥ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. അമ്പരം കൊണ്ട് മറയാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കൊല്ലാവൂ. ഇത്രയേ ഉള്ളൂ കാര്യം. അമ്പരം കൊണ്ട് മറയാത്ത സ്ഥലത്ത് വെച്ച് നിങ്ങളെ കൊല്ലാം എന്ന് പറയും. അമ്പരം ആകാശം. അപ്പോൾ ആകാശം കൊണ്ട് മറയാത്ത ഏത് സ്ഥലമാണ് ഭൂമിയിലുള്ളത് എന്നാണ് അവർ വിചാരിച്ചത്. അദ്ദേഹം ഉടനെ തന്നെ മുൻവശത്ത് തുണി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. അമ്പരം എന്ന് വെച്ചാൽ തുണിയാണല്ലോ, വസ്ത്രം. അങ്ങനെ ആ വാക്ക് അവർ പറഞ്ഞ വാക്കിൻ്റെ വേറെ ഒരർത്ഥം സ്വീകരിച്ചിട്ട് മുൻവശത്ത് തുണി അങ്ങ് മാറ്റിച്ചും പിടിച്ച് അങ്ങ് മടിയിൽ കിടത്തിക്കൊണ്ടങ്ങ്
രണ്ടുപേര്. ഇങ്ങനെ എൻ്റെ അച്ഛന്മാർ, അമ്മയുടെ 2 ഭർത്താക്കന്മാരാണ്, എൻ്റെ അച്ഛന്മാരെ ചതിച്ചു കൊന്നവനോട് ഞാൻ പക വീട്ടും എന്ന വ്രതത്തിലാണ് ഇദ്ദേഹം തപസ് ചെയ്ത് ഭൂമിയിൽ കുഴിഞ്ഞങ്ങനെ കിടക്കുന്നത്. ഭൂമിയിൽ കിടന്ന് താന്നു പോയതാണ്. ഇടയ്ക്ക് അനങ്ങുമ്പോഴാണ് ഈ ഭൂമി കുലുങ്ങുകയും പർവ്വതങ്ങൾക്ക് വിള്ളലുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. ഇതാണ് ധുന്ധു അവിടെ വന്ന് കിടക്കാനുള്ള കാരണം. യഹോവ നോക്കിയപ്പോൾ മനുഷ്യർ യഹോവയുമായിട്ടുണ്ടായ നിബന്ധനയ്ക്ക് എതിരായി ജീവിക്കുന്നു, കരാറുകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. നീതിബോധമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു. മനുഷ്യർ തമ്മിൽ വഴക്ക്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ നീതിമാനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് നോഹ. നീ സർവ ജീവജാലങ്ങളുടെയും ജീവനില്ലാത്ത വസ്തുക്കളുടെയും സചേതന അചേതനങ്ങളുടെ ആകെ ഈ 2 വീതമുള്ള ജീവികളെയും ഈ 2 വീതമുള്ള നിർജീവ വസ്തുക്കളെയും നീ ഒരു തോണി പണിതിട്ട്, ഒരു നൗക പണിതിട്ട് ആ നൗകയിൽ എടുത്ത് സംഭരിക്കുക. നോഹ അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും മക്കളുടെ ഭാര്യമാരും ഇവരോടുകൂടി അദ്ദേഹം ഭൂമിയിൽ നിന്ന് ഈ യുഗ്മങ്ങളെ എല്ലാം എടുത്ത് സംഭരിക്കാൻ തുടങ്ങി. മനുവിനോട് മത്സ്യം പറഞ്ഞത് ബീജങ്ങളെടുത്ത് സംഭരിക്കണമെന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ഈ 2 ജീവികളെ തന്നെ, ആണും പെണ്ണുമായ ജീവികളെ തന്നെ എടുത്ത് സംഭരിക്കാൻ തുടങ്ങി. പിന്നെ നിർജീവ വസ്തുക്കളുടെയും മാതൃകകളെടുത്ത് സംഭരിക്കാൻ തുടങ്ങി. അപ്പം അതിനൊരു തോണി പണിയണം. ആ തോണിക്ക് 300 മുഴം നീളം വേണം, 50 മുഴം വീതി വേണം, 30 മുഴം പൊക്കം വേണം. അങ്ങനെ ഒരു തോണി പണിയണം. ആ തോണി പണിതിട്ട് ആ തോണിയിലേക്ക് ഈ ജീവജാലങ്ങളെയും അതുപോലെ നിർജീവ വസ്തുക്കളെയും യുഗ്മങ്ങളായി, ആണും പെണ്ണുമായ ജീവികളുടെ കാര്യത്തിൽ ആണും പെണ്ണുമായ യുഗ്മങ്ങളെയും, അല്ലാത്ത കാര്യത്തിൽ എല്ലാ നിർജീവ വസ്തുക്കളുടെയും മാതൃകളെയും എടുത്ത് നീ തോണിയിൽ സംഭരിക്കുക.